Hi all, welcome to another video of microprocessor and embedded system. നമ്മൾ നാലാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ആ വീഡിയോസ് കാണുക. വളരെ സിമ്പിൾ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അബൌട്ട് ഹാർഡ് ആൻഡ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റംസ്, ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് ഓഫ് എംബെഡഡ് സിസ്റ്റം, അതേപോലെ മൈക്രോ പ്രോസസ്സേഴ്സ്, മൈക്രോ കൺട്രോളേഴ്സ്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് കമ്പൈലേഴ്സ് എന്താണ്, അസംബ്ലേഴ്സ് എന്താണ്, ലിങ്കേഴ്സ് എന്താണ്, ലോഡേഴ്സ്, ഡീബഗേഴ്സ്, പ്രൊഫൈൽസ് ആൻഡ് ടെസ്റ്റ് കവറേജ് ടൂൾസ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടു ഗെറ്റ് മോർ വീഡിയോസ് ലൈക്ക് ദിസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. എംബെഡഡ് കൺട്രോൾ സിസ്റ്റം ഡിസൈൻസ് ഓർ സോഫ്റ്റ്വെയർ ടൂൾ ചെയിൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ് നമ്മൾ പറയാറുണ്ട് തന്നെ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് IDE. അപ്പോൾ ചില സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വല്ല സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അർഡിനോ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയേണ്ടാവും അർഡിനോ IDE. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അത് റൺ ചെയ്യേണ്ടത്. കാരണം ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാം, കമ്പൈൽ ചെയ്യാം, ലിങ്ക് ചെയ്യാം, ഡീബഗ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ്, IDE എന്ന് ഷോർട്ട് ഫോം നമ്മൾ പറയാറുണ്ട്. ദെൻ ഫസ്റ്റ് അതിനകത്ത് പറഞ്ഞൊരു പൊസിഷൻ എഡിറ്റർ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് കോഡ് എഴുതാനുള്ള സ്ഥലം, നമുക്കവിടെ എഡിറ്റ് ചെയ്യാം. നമുക്ക് എന്താണോ കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളോട് എഡിറ്റ് ചെയ്യേണ്ടത് മെയിൻലി. A source code editor is a text editor program designed especially for editing source code to control embedded system. അപ്പോൾ embedded system കൺട്രോൾ ചെയ്യാൻ രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് കോഡുകളും കാര്യങ്ങളും എഴുതേണ്ടത് അതൊക്കെ ആയിരിക്കും നമ്മൾ എഡിറ്ററിൽ എഴുതേണ്ടാവുക. പിന്നെ കമ്പൈലറും ലിങ്കറൊക്കെ നമ്മൾ എന്താണെന്ന് നെക്സ്റ്റ് പറയുന്നതായിരിക്കും. അതേപോലെ ഡീബഗർ ഡീബഗർ നമുക്ക് അറിയേണ്ടാവും. അതായത് ഡീബഗർ ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ് ടു ടെസ്റ്റ് ആൻഡ് ഡീബഗർ അതർ പ്രോഗ്രാം. നമുക്ക് ഡീബഗ് ചെയ്തെടുക്കാൻ വല്ല പ്രോബ്ലംസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീബഗേഴ്സ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വെർഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഈ ടൈപ്പ് വെർഷൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അത് അടുത്ത വെർഷൻ വന്നിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനാണ് നമ്മൾ വെർഷൻ കൺട്രോൾ എന്ന സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെർഷൻ കൺട്രോളിൽ മെയിൻലി നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് മൾട്ടിപ്പിൾ വെർഷൻസ് ഓഫ് ദ സെയിം യൂണിറ്റ് ഓഫ് ദ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തേക്കണം. അതായത് ഇപ്പോൾ ചില സിസ്റ്റംസൊക്കെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ പണ്ട് നമ്മൾ ഉപയോഗിച്ച സോഫ്റ്റ്വെയർസ് വേറെ ആയിരിക്കും. അപ്പോൾ പുതിയ അപ്ഡേറ്റ് വരെ നമ്മൾ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ വെർഷനിൽ അതിൻ്റേതായ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ വെർഷൻ കൺട്രോൾസ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോന്നും എന്തിനാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. സോ അപ്പോൾ അതിന് മുമ്പ് തന്നെ IDE എന്താണ് അതിനെക്കുറിച്ച് നമുക്കൊന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ IDE ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് അസിസ്റ്റ് ദ പ്രോഗ്രാമർ ഇൻ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർസ്. അപ്പോൾ വേറെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാക്കുന്നതിന് ഡെവലപ്പേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് IDE എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അർഡിനോയിൽ പ്രോഗ്രാം എഴുതണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അർഡിനോ IDEs എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇപ്പോൾ IDE നോർമലി കൺസിസ്റ്റ് ഓഫ് എ സോഴ്സ് കോഡ് എഡിറ്റർ, എ കമ്പൈലർ, എ ലിങ്കർ ഓർ ലൊക്കേറ്റർ ആൻഡ് എ ഡീബഗർ. ഇതൊക്കെയാണ് മെയിൻലി ഒരു IDEയിൽ ഉണ്ടാവുക. അപ്പോൾ മോസ്റ്റ് ഓഫ്റ്റൻ വേരിയസ് ടൂൾസ് ടു സിംപ്ലിഫൈ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ കോഡ് ആർ ഇൻക്ലൂഡഡ് ആസ് വെൽ. അത് വെർഷൻ കൺട്രോൾ സപ്പോർട്ട് ഉണ്ടാവും, ഇൻറ്റഗ്രേഷൻ വിത്ത് സോഫ്റ്റ്വെയർ ഫ്രെയിം വർക്ക് ഫ്രം വിച്ച് ദ കോഡ് ക്യാൻ ബി റീയൂസ്. ഇപ്പോൾ ഇങ്ങനത്തെ കുറേ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഈ IDEയിൽ ഉണ്ടാവും. സം ടൈംസ് ആൻ IDE ഈസ് ഡിവോട്ടഡ് ടു വൺ സ്പെസിഫിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ചില സമയത്ത് IDE വെച്ചിട്ട് നമുക്ക് ആകെ ഒരു ടൈപ്പ് മാത്രം ഉണ്ടാക്കാനേ പറ്റുള്ളൂ, ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സറിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഹാർഡ്വെയറിന് വേണ്ടി മാത്രം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് സോഫ്റ്റ്വെയർ വിത്ത് വിച്ച് യു ക്യാൻ പ്രോഗ്രാം റോബോട്ട് ഫ്രം വൺ സ്പെസിഫിക് വെൻഡർ. അപ്പോൾ അത് ഒരു സ്പെസിഫിക് വെൻഡറിൻ്റെ ഒരു പ്രത്യേക കമ്പനിയുടെ മാത്രം പ്രോഗ്രാമാണ് അത് വെച്ച് റൺ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ചില IDEs നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കുറേ സപ്പോർട്ട് ചെയ്യും. അത് ചില IDEs നമുക്ക് 2 3 ചിലപ്പോൾ 10 15 വെൻഡേഴ്സിൻ്റെ വരെ റോബോട്ട്സ് നമുക്കത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന IDEs ഉണ്ട്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് IDE ഫോർ എംബെഡഡ് സിസ്റ്റംസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ GNU കമ്പൈലർ കളക്ഷൻ, GCC എന്ന് പറയും, അല്ലെങ്കിൽ എക്ലിപ്സ്. അതൊരു ഫോണിൽ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടാക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എക്ലിപ്സ്. അല്ല മാറ്റ്ലാബ്, മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ, നെറ്റ്ബീൻസ്, പവർ ബിൽഡർ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു എക്സാമ്പിൾസാണ് IDEയുടെ. ഓക്കെ, പിന്നെ ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു കമ്പൈലർ നോക്കാം. കമ്പൈലർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് ട്രാൻസ്ഫേഴ്സ് വൺ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു അനദർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് പ്രോഗ്രാം അത് മെയിൻലി സോഴ്സ് കോഡായിരിക്കും, അതിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുക. ആ പണിയാണ് കമ്പൈലർ ചെയ്യേണ്ടത്. യൂഷ്വലി ദ നെയിം കമ്പൈലർ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രോഗ്രാം ദാറ്റ് ട്രാൻസ്ലേറ്റ് സോഴ്സ് കോഡ് ഫ്രം എ ഹൈ ലെവൽ ലാംഗ്വേജ് ടു എ ലോവർ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും ഒരു ലോ ലെവൽ ലാംഗ്വേജിലേക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ കമ്പൈലർ എന്ന് പറയേണ്ടത്. For a mission to run the object code, the final conversion should be the mission code. അപ്പോൾ ഒരു മിഷൻ റൺ ചെയ്യണമെന്ന് വിചാരിക്കുക. ഫോർ എ മിഷൻ ടു ബി റൺ ദ ഒബ്ജക്റ്റ് കോഡ്, ദ ഫൈനൽ കൺവേർഷൻ ഷുഡ് ബി ദ മിഷൻ കോഡ്. അപ്പോൾ മിഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിഷൻ്റെ ഭാഷയിൽ കോഡ് എത്തണം ഏറ്റവും അവസാനം. അപ്പോൾ ഫൈനൽ റണ്ണിൽ മിഷന് മനസ്സിലാവുന്ന ഭാഷയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മിഷൻ റൺ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ കമ്പൈലേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ഇൻ ദ കേസ് ദ കൺവേർഷൻ ഫ്രം എ ഹൈ ലെവൽ ലാംഗ്വേജ് ടു അസംബ്ലി കോഡ് ക്യാൻ ബി കൺസിഡർഡ് ടു ബി ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ അസംബ്ലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് എന്താ ചെയ്യാൽ ഹൈ ലെവൽ ലാംഗ്വേജ് നേരിട്ട് നമുക്ക് ചിലപ്പോൾ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ കേസിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ കമ്പൈലേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. കാരണം അത് കമ്പൈൽ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്കതൊരു അസംബ്ലി ലാംഗ്വേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ദെൻ അസംബ്ലി ലാംഗ്വേജ് വിൽ ഗിവൺ ടു ദ അസംബ്ലർ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സ് കോഡാക്കി ഡെവലപ്പ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ നമ്മൾ അസംബ്ലറിനെയും കൂടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കമ്പൈലർ മെയിൻലി കൺവേർട്ട് വൺ സോഴ്സ് കോഡ് ഫ്രം എ ഹൈ ലെവൽ ലാംഗ്വേജ് ടു എ ലോവർ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്നത്. ക്രോസ് കമ്പൈലറാണ് നെക്സ്റ്റ് വൺ. ക്രോസ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് വേറെ വല്ല സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ വേറെ വല്ല OSകളുടെയോ വേറെ വല്ല ബ്രൗസേഴ്സിൻ്റെയോ സംഭവങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതിന് ആ സ്വന്തം ബ്രൗസർ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ മാത്രമല്ലാണ്ട് വേറെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനാണ് നമ്മൾ ക്രോസ് കമ്പൈലേഷൻ എന്ന് പറയേണ്ടത്. അപ്പോൾ ക്രോസ് കമ്പൈലർ ഈസ് എ കമ്പൈലർ കേപ്പബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് എക്സിക്യൂട്ടബിൾ കോഡ് ഫോർ വൺ പ്ലാറ്റ്ഫോം അതർ ദാൻ വൺ വിച്ച് ഈസ് ദ കമ്പൈലർ ഈസ് റണ്ണിങ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോണിലേക്കുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ വല്ല ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ അർഡിനോ അല്ലെങ്കിൽ അർഡിനോ അല്ല നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡെവലപ്മെൻറ്റ് പർപ്പസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന APKs ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എക്ലിപ്സ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് റൺ ചെയ്യുന്നത് ഒന്നെങ്കിൽ വിൻഡോസ് PC-ലാവാം അല്ലെങ്കിൽ മാക്കിലാവാം. അപ്പോൾ ഈ രണ്ടെണ്ണം ഉപയോഗിച്ചിട്ട് മാക്കിലേക്കോ വിൻഡോസിലേക്കോ ഉള്ള സോഫ്റ്റ്വെയർസ് അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോണെന്ന് പറയുന്നത് ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആൻഡ്രോയിഡ് വേറൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ വേറെ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് നമുക്ക് എന്ത് വെച്ചുണ്ടാക്കാം, ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചിട്ടുണ്ടാക്കാം. ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ റൺ ചെയ്യുന്ന എവിടെയായിരിക്കും, ഒന്നെങ്കിൽ നമ്മുടെ വിൻഡോസിലായിരിക്കും അല്ലെങ്കിൽ മാക്കിലായിരിക്കും. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ് ക്രോസ് കമ്പൈലേഷൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് a computer that runs on Windows and PC, but it will generate code that run on Android smartphone is a cross compiler. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ ആൻഡ്രോയിഡ് ഫോണിൽ റൺ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കുന്നത് വിൻഡോസ് ആൻഡ് PC വെച്ചിട്ടാണ്. അപ്പോൾ വി ക്യാൻ കോൾ ഇറ്റ് ഈസ് എ ക്രോസ് കമ്പൈലർ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ അസംബ്ലർ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അസംബ്ലർ ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു mission code by one-to-one basis. The term one-to-one means that the specific mnemonic there is one and only one mission code. അപ്പോൾ അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ മിഷൻ കോഡാക്കി മാറ്റുന്നതിന് നമ്മൾ അസംബ്ലേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ദെൻ ക്രോസ് അസംബ്ലറാണ് നെക്സ്റ്റ് ഓൺ. അപ്പോൾ ക്രോസ് അസംബ്ലർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്രോസ് കമ്പൈലർ അതേപോലെ തന്നെയാണ് വന്നേക്കണേ. ആൻഡ് അസംബ്ലർ സോഫ്റ്റ്വെയർ വിച്ച് റൺ ഓൺ വൺ പ്രൊസസ്സർ, ഒരു പ്രൊസസ്സറിൽ റൺ ചെയ്യുന്നുണ്ടോ, പ്രൊഡ്യൂസസ് മിഷൻ കോഡ് ഫോർ അനദർ പ്രൊസസ്സർ, വേറെ പ്രൊസസ്സറിനോട് വർക്ക് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അവിടെ. ദിസ് ഇസ് കോൾഡ് ക്രോസ് അസംബ്ലി. അപ്പോൾ അതിനാണ് നമ്മൾ ക്രോസ് അസംബ്ലി എന്ന് പറയേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസംബ്ലറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഫയൽ ആയിരിക്കും. ആ ഒബ്ജക്റ്റ് ഫയലിൽ മെയിൻലി രണ്ട് കാര്യങ്ങളുണ്ടാവുക. ഒന്ന് മിഷൻ കോഡ് ഉണ്ടാവും, അതേപോലെ തന്നെ റീലൊക്കേറ്റബിൾ അഡ്രസ് ഓഫ് ദ കോഡ് ബൈറ്റ്സും കൂടി അതിനകത്തുണ്ടാവും. ദെൻ ഒരു അസംബ്ലർ രണ്ട് പ്രാവശ്യം റീഡ് ചെയ്യും നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം കോഡിന്. അതായത് രണ്ട് പാസുകൾ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അസംബ്ലർ മേക്ക് 2 passes ഓർ 2 readings ഓവർ ദ അസംബ്ലി കോഡ്. അപ്പോൾ രണ്ട് പ്രാവശ്യം പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം റീഡ് ചെയ്യുമ്പോൾ രണ്ട് തരം കാര്യങ്ങളായിരിക്കും അത് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പാസിൽ ചെയ്യുന്നത് ഇതായിരിക്കും, അതായത് ഇറ്റ് റീഡ്സ് ഈച്ച് ലൈൻ ആൻഡ് റെക്കോർഡ് ദ ലേബിൾസ് ഇൻ ദ സിമ്പിൾ ടേബിൾ. അപ്പോൾ ഓരോ ലൈൻസും 1 by 1 ആയിട്ട് അത് റീഡ് ചെയ്യും. അതേപോലെ തന്നെ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലാബിളുകൾ ഉണ്ടാവും. ഇപ്പോൾ ജമ്പ് അല്ലെങ്കിൽ വേറെ പല ലാബിൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അസംബ്ലി ലാംഗ്വേജിൽ. അപ്പോൾ അതൊക്കെ കറസ്പോണ്ടിങ് ഒരു സിമ്പിൾ ടേബിളിൽ അത് റീഡ് ചെയ്ത് വയ്ക്കും. ദെൻ സെക്കൻഡ് പാസിൽ ഇറ്റ് ഗെറ്റ് ആക്ച്വൽ അഡ്രസ്സസ് ഓഫ് ഈച്ച് കോഡ് ലൈൻസ് ആൻഡ് ഫിൽ ദ മിസ്സിംഗ് പോർഷൻസ് ഓഫ് ദ ടേബിൾ. അപ്പോൾ സെക്കൻഡ് പ്രാവശ്യം ഇത് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് ആക്ച്വൽ അഡ്രസ്സ്. അപ്പോൾ എല്ലാ ലൈൻസിൻ്റെ കാര്യത്തിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാ മിസ്സിംഗ് പോർഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യുകയാണ് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ ദിസ് റീഡ് ദാറ്റ് ദ നിമോണിക്സ് ആർ കൺവേർട്ട് ഇൻ ടു മിഷൻ കോഡ്. അപ്പോൾ ആ ഒരു ലാസ്റ്റത്തെ ആ സെക്ഷൻ റീഡിലാണ് എല്ലാ നിമോണിക്സുകളും കൺവേർട്ട് ചെയ്യാം മിഷൻ കോഡിലേക്ക് കറസ്പോണ്ടിങ്ങിൽ. നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിൽഡറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വൺസ് ദ കോഡ് ഹാസ് ബീൻ റിട്ടൺ ആൻഡ് സേവ്ഡ് ആസ് എൻ ഫയൽ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ബിൽഡ് ദ പ്രൊജക്റ്റ്. അപ്പോൾ കോഡ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ബിൽഡറിൻ്റെ ഉള്ളിൽ പല സോഫ്റ്റ്വെയർസിനും പല ടൈപ്പ് ബിൽഡേഴ്സ് ആയിരിക്കും. അപ്പോൾ ചില ബിൽഡേഴ്സിൻ്റെ ഉള്ളിൽ ദിസ് ഹാസ് കമ്പൈലർ, അസംബ്ലർ ആൻഡ് സംടൈംസ് ദർ ഇസ് ഓൾസോ ലിങ്കർ വിൽ ബി ഓൾസോ ദർ. അപ്പോൾ ലിങ്കറും കൂടി ചിലപ്പോൾ ചില ബിൽഡേഴ്സിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും പല IDE അനുസരിച്ചിട്ട്. ദ പ്രൊജക്റ്റ് മേ കണ്ടെയ്ൻ നമ്പർ ഓഫ് സോഴ്സ് ഫയൽസ് വിച്ച് മേ ബി C or assembly ആൻഡ് ഓൾ ഓഫ് ദം ആർ ബിൽറ്റ് ടു യൂസിങ് ബിൽഡർ.
അപ്പോൾ ബിൽഡർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് സോഴ്സ് ഫയൽസൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സി തന്നെ ആവണമെന്നില്ല, വേറെ ലാംഗ്വേജുകളൊക്കെ ആവും. അപ്പോൾ പല സോഴ്സ് ഫയൽസ് നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ മാത്സിൻ്റെ ഫയൽസ് ഉണ്ടാവും, ചിലപ്പോൾ വേറെ ഗ്രാഫിക്സിൻ്റെ വല്ല ഫയൽസൊക്കെ ഉണ്ടാവും, സെപ്പറേറ്റ് ഫയൽ. ഇതൊക്കെ കമ്പൈൻ ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ഒറ്റ ഔട്ട്പുട്ടാക്കി നമുക്ക് കിട്ടുന്നതിന് നമ്മൾ ബിൽഡർ എന്ന് പറയുന്നത്. ദെൻ ബിൽഡ് ഇൻ IDE കുറിച്ച് പറയാൻ വേണം. ഇൻ ആൻ IDE ദ പ്രോസസ് ഓഫ് കമ്പൈൽ, അസംബിൾ ആൻഡ് ലിങ്കിങ് ആർ ഡൺ ടുഗദർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ബിൽഡ്. അപ്പോൾ ഇതിന് നമ്മൾ ബിൽഡ് എന്നാണ് പറയേണ്ടത് ഓരോ IDEകളിലും. The output from the build process is an X file and which can be loaded directly into or flash into the processor or being simulated using a simulator of the IDE. അപ്പോൾ ഈ ബിൽഡറിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന ഫയൽ ഒരു X ഫയലായിരിക്കും. ആ X ഫയൽ നമുക്ക് നമ്മുടെ പ്രൊസസ്സറിൽ നേരിട്ട് ബേൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സിമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തിട്ട് നമുക്ക് സിമുലേഷൻ ചെയ്ത് നോക്കാൻ പറ്റും. ദ എക്സിക്യൂട്ടബിൾ ഫയൽ ബീയിങ് ലോഡഡ് ഇൻ ടു മെമ്മറി ബൈ യൂസിങ് ലോഡർ. അപ്പോൾ ലോഡർ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രോഗ്രാമർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ലോഡ് ചെയ്തെടുക്കേണ്ടാവുക, നമ്മൾ ഈ എക്സിക്യൂട്ടബിൾ ഫയലിനെ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് കറസ്പോണ്ടിങ്ങിൽ എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്, നമുക്കത് എന്താ നോക്കുമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു C പ്രോഗ്രാം എടുക്കുകയാണ്. അപ്പോൾ C പ്രോഗ്രാം ഫസ്റ്റ്ലി ഇറ്റ് ഈസ് ഗിവൺ ടു ദ കമ്പൈലറിൽ കൊടുത്തേക്കാണ്. അപ്പോൾ കമ്പൈലറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കൺവേർട്ട് ചെയ്തിട്ട് അതൊരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ആക്കി തരും നമുക്ക്. അപ്പോൾ അതാണ് ഇവിടെ ഔട്ട്പുട്ട് കൊടുക്കുന്നത്, അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം നമുക്ക് മിഷന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡ് ഫയൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെച്ചാൽ അസംബ്ലറിലേക്ക് കൊടുക്കും. അപ്പോൾ അസംബ്ലറിൽ നമ്മൾ കൊടുത്തു, അസംബ്ലറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഫയലായിരിക്കും. അപ്പോൾ അത് മിഷനും മനസ്സിലാവുന്ന ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക. അത് കൂടാണ്ട് പിന്നെ വേറെ വല്ല ഒബ്ജക്റ്റ് ഫയൽസും കൂടി ഉണ്ടാവും, ചിലപ്പോൾ വല്ല ലൈബ്രറി ഫയൽസ്. ഇപ്പോൾ C ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം STDI.h അല്ലെങ്കിൽ math.h നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വേറെ കുറേ ലൈബ്രറി ഫയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലിങ്ക് ചെയ്തിട്ട് വേണം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലിങ്കർ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് ഫയലും വേറെ ലൈബ്രറിയിലുള്ള ഒബ്ജക്റ്റ് ഫയൽസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ലിങ്കറിലേക്ക് എടുക്കുന്നു. അങ്ങനെ ലിങ്കറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലിങ്കറിൻ്റെ ഔട്ട്പുട്ട് അതിനാണ് അത് നമുക്കൊരു എക്സിക്യൂട്ടീവ് ഫയലായിട്ടാണ് കിട്ടുന്നുണ്ടാവുക. ആ എക്സിക്യൂട്ടബിൾ ഫയൽ നമുക്ക് മിഷന് മനസ്സിലാവുന്ന ഭാഷയായിരിക്കും, മിഷൻ ലാംഗ്വേജ് പ്രോഗ്രാം ആയിരിക്കും അത് എന്തായാലും. അതിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യും, ലോഡറിൻ്റെ ഹെൽപ്പ് എടുക്കും. എന്നിട്ട് ലോഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഫ്രം ദ സോഴ്സ് ഫയൽ ടു ആൻ എക്സിക്യൂട്ടബിൾ ഫയൽ ഓഫ് എ C പ്രോഗ്രാം എന്ന് പറയേണ്ടത്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൽ നമ്മൾ കമ്പൈലർ, അസംബ്ലർ, ലിങ്കർ, ലോഡർ ഇതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടതെന്നായിട്ട്. ഓക്കെ, നെക്സ്റ്റ് അസംബ്ലറിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. അതായത് ഡിസസംബ്ലി ഇസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് അസംബ്ലിംഗ്. ഇൻ ദിസ് അസംബ്ലി വിൻഡോ ദ അഡ്രസ് ഓഫ് ദ കോഡ് ലൈൻസ് ആൻഡ് ദ മിഷൻ കോഡ് ആൻഡ് ദ നിമോണിക്സ് ക്യാൻ ബി സീൻ. ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും, അഡ്രസ് ലൈൻസും മിഷൻ കോഡും നിമോണിക്കും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദ ലിങ്കർ നമ്മൾ ഓൾറെഡി നേരത്തെ ആ ഫ്ലോ ചാർട്ടിൽ കാണിച്ചിരുന്നു. അതായത് പല ഒബ്ജക്റ്റ് ഫയലും പല ലൈബ്രറി ഫയൽസും കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ ലിങ്കർ ഫയൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ലിങ്കറിൻ്റെ ഔട്ട്പുട്ട് ഒരു എക്സിക്യൂട്ടീവ് ഫയലായിട്ട് ആയിരിക്കും വരിക, അത് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദിസ് ഈസ് എ സോഫ്റ്റ്വെയർ യൂസ് ഫോർ ലിങ്കിങ് മെനി മോഡ്യൂൾസ് ആൻഡ് there may be a number of source modules will be there. അപ്പോൾ ഇൻപുട്ടായിട്ട് ഇതിന് കണ്ട ഇപ്പോൾ ഇവിടെ കൊടുത്തൊരു സോഴ്സ് ഫയൽ, കമ്പൈലർ, അസംബ്ലർ ഒക്കെ ഉണ്ട്, ഒബ്ജക്റ്റ് ഫയൽ ഇവിടെ വന്നു. അതേപോലെ തന്നെ സോഴ്സ് ഫയൽ, കമ്പൈലർ, അസംബ്ലർ, ഒബ്ജക്റ്റ് ഫയൽ. അപ്പോൾ ഇങ്ങനെ 3-4 സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് വേറെ കുറച്ച് ലൈബ്രറി ഫയൽസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് വി ആർ ഡെവലപ്പിംഗ് ആൻ എക്സിക്യൂട്ടബിൾ ഫയൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിങ്കർ. there may be next point ലിങ്കറിനെ കുറിച്ച് പറയാനുള്ളത്, there may also be a number of library files is being used. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ലൈബ്രറി ഫയൽസ് നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇഫ് ഈ സ്റ്റാർട്ട് C പ്രോഗ്രാം വി മറ്റ് ബി യൂസിങ് സ്റ്റാൻഡേർഡ് IO ഓർ മാത്ത് ലൈബ്രറി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു STDI.h അല്ലെങ്കിൽ math.h നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ലിങ്കർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ ലിങ്കിങ് ദിസ് ഇസ് കമ്പയറിങ് ഓൾ ദീസ് വി ഗെറ്റ് ദ ഓൾ എക്സിക്യൂട്ടബിൾ ഫയൽസ് വിച്ച് ഈസ് യൂഷ്വലി ഡെസിഗ്നേറ്റഡ് ആസ് ആൻ EXE ഫയൽ. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു EXE ഫയലായിരിക്കും വരെ. ആൻഡ് ദിസ് ഫയൽ ഈസ് ലോഡഡ് ഇൻ ടു ദ പ്രൊസസ്സർ ഓർ ദ മെമ്മറി ടു ഗെറ്റ് എക്സിക്യൂട്ടഡ്. അപ്പോൾ മെമ്മറിയിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്നത് ഈ ഒരു ഫയലായിരിക്കും. അപ്പോൾ ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലോഡറിനായിരിക്കും. അപ്പോൾ ഇൻ കമ്പ്യൂട്ടിംഗ് എ ലോഡർ ഈസ് എ പാർട്ട് ഓഫ് ഓൾ സിസ്റ്റം ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ലോഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് ലൈബ്രറീസ്. അപ്പോൾ പ്രോഗ്രാം ലോഡ് ചെയ്യണത്, ലൈബ്രറി ലോഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ലോഡർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് സ്റ്റാർട്ടിങ് എ പ്രോഗ്രാം ആസ് ഇറ്റ് പ്ലേസ് പ്രോഗ്രാം ഇൻ ദ മെമ്മറി ആൻഡ് പ്രിപ്പയർസ് ദം ഫോർ ദ എക്സിക്യൂഷൻ. അപ്പോൾ അത് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എടുക്കുന്നത് ഇത് തന്നെ. കാരണം ഇതായിരിക്കും നമ്മുടെ പ്രോഗ്രാം ലോഡ് ചെയ്ത് വെക്കേണ്ടവ, എക്സിക്യൂഷൻ ചെയ്യേണ്ടവ, എല്ലാ കാര്യങ്ങളും മേലിൽ ലോഡർ വെച്ചിട്ടാവും ചെയ്യേണ്ടവ. അപ്പോൾ ലോഡിങ് എ പ്രോഗ്രാം ഇൻവോൾവ്സ് റീഡിങ് ദ കണ്ടന്റ് ഓഫ് ദ എക്സിക്യൂട്ടബിൾ ഫയൽ കണ്ടെയ്നിങ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ഇൻ ടു ദ മെമ്മറി ആൻഡ് ദെൻ ക്യാരിങ് ഔട്ട് റിക്വയർഡ്
task to prepare the executable for running. അപ്പോൾ ലോഡറിൻ്റെ മെയിൻ വർക്കിംഗ് എന്താണ് എന്നാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് റീഡിങ് ദ കണ്ടൻസ് ഓഫ് ദ എക്സിക്യൂട്ടബിൾ ഫയൽ. അപ്പോൾ എല്ലാ എക്സിക്യൂട്ടബിൾ ഫയൽസിൻ്റെ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ആവശ്യമുള്ള പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കുക, മെമ്മറിയിലേക്ക് അതൊക്കെ ലോഡ് ചെയ്യുക. ദെൻ ക്യാരി ഔട്ട് ദ റിക്വയർഡ് ടാസ്ക്. അപ്പോൾ പിന്നെ ചെയ്യുന്നത് റിക്വയർഡ് ടാസ്ക്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഒരു പണിയാണ്. നമ്മുടെ എക്സിക്യൂഷൻ പർപ്പസിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള പണികളൊക്കെ ചെയ്യുക എന്ന കാര്യമാണ് ലോഡറിൽ മെയിൻലി ചെയ്യേണ്ടത്. Once loading is completed, the system starts and the program by passing control to the loader program code. അപ്പോൾ once program loaded complete ആയി കഴിഞ്ഞാൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യും ഓട്ടോമാറ്റിക്കലി ആൻഡ് ബൈ പാസിങ് ദ കൺട്രോൾ ടു ദ ലോഡർ പ്രോഗ്രാം. പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ആ ലോഡർ പ്രോഗ്രാം ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വിൻഡോസൊക്കെ ഓപ്പണായി വരുന്ന പോലെ തന്നെ അത് തന്നെ ബയോസിൽ കയറി പിന്നെ അത് ഓണായി വരാൻ വേണ്ടി കുറച്ച് സമയം റൊട്ടേറ്റൊക്കെ ചെയ്ത് നമ്മൾ പാസ്വേഡൊക്കെ അടിച്ച് സിസ്റ്റമൊക്കെ തുറന്ന് വരുന്ന ആ ഒരു സെക്ഷൻ അതിനാണ് നമ്മൾ ലോഡർ എന്ന് പറയേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ആ ലോഡർ പ്രോഗ്രാം ആയിരിക്കും ചെയ്യേണ്ടത്. ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ലോഡറിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സിമുലേറ്റർ ആണ്. അപ്പോൾ സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് വല്ല പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ സിമുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സോഫ്റ്റ്വെയർ ഡീബഗർ എന്നും പറയാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് വല്ല എറേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് തന്നെ ഡീബഗർ എന്ന് പറയാൻ കാരണം. അപ്പോൾ ദിസ് ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് അലൗസ് ഡീബഗിങ് ഓഫ് കോഡ് ബൈ ഐഡൻറ്റിഫൈയിങ് ആൻഡ് കറക്റ്റിംഗ് ലോജിക്കൽ എറേഴ്സ്. അപ്പോൾ ലോജിക്കൽ എറേഴ്സോ കാര്യങ്ങളൊക്കെ അത് വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ആ കോഡുകളും കാരണം അതനുസരിച്ച് മാറ്റിയാൽ മതി. ഹിയർ സെറ്റിംഗ് ബ്രേക്ക് പോയിൻറ്റ്സ് ആൻഡ് സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഇസ് പോസിബിൾ. അപ്പോൾ ബ്രേക്ക് പോയിൻറ്റ്സ് ഒക്കെ വെച്ച് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യും. ഇപ്പോൾ 1000 ലൈൻസ് നമ്മൾ എഴുതി 500 ലൈൻ വരെ റൺ ചെയ്ത് നമുക്ക് എന്താണെന്ന് അവസ്ഥ നോക്കാം. 750 ലൈൻസ് വരെ റൺ ചെയ്ത ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ സിംഗിൾ മൊത്തത്തിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ പല പല രീതികളിൽ നമുക്ക് നോക്കാൻ പറ്റും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് എ സോഫ്റ്റ്വെയർ ഡിബഗർ in an embedded IDE is that the architecture of selected processor is simulated. അപ്പോൾ മെയിനായിട്ട് ഒരു എംബഡ് സിസ്റ്റത്തിലത്തെ സിമുലേറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസസ്സറിൻ്റെ ഒരു ആർക്കിടെക്ചർ നമുക്ക് സിമുലേഷൻ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അങ്ങനെ പ്രോഗ്രാമിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സിമുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് ചേഞ്ചസും കാര്യങ്ങളും വരുത്താം. അങ്ങനെ നല്ല രീതിയിൽ സിമ്പിളായിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും എഴുതാൻ പറ്റും സിമുലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ. That is, there is a facility to view registers, ROM locations, etc. in the MCU after each step of execution. അതായത് ചില സൈറ്റുകളിലൊക്കെ നമുക്ക് ഈ സിമുലേറ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം എഴുതുമ്പോൾ എവിടെയാണ് ലോഡ് ആവുന്നത്, റാമിൻ്റെ ഏത് ലൊക്കേഷനിലാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ റോമിൽ എന്താണ് സംഭവിക്കുന്നത്, ഏത് ഡാറ്റ എവിടേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എറേഴ്സും കാര്യങ്ങളും കൂടാണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സിമുലേഷൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ഈ സോഫ്റ്റ്വെയർ ഡീബഗേഴ്സിൻ്റെ അല്ലെങ്കിൽ സിമുലേറ്ററിൻ്റെ. With the help of a simulator, developer can make himself very use about the working logical of his code. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും, എങ്ങനെ കറക്റ്റ് ഒരു വർക്കിംഗ് ഐഡിയ ലോജിക്കൽ ഐഡിയ കറക്റ്റാക്കാൻ പറ്റും നമുക്ക് സിമുലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഫൈലേഴ്സ് ആൻഡ് ടെസ്റ്റ് കവറേജ് ടൂൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കോഡ് കവറേജ് ഈസ് ആൻ അസസ്മെൻറ്റ് ഓഫ് ഹൗ മച്ച് ഓഫ് യുവർ കോഡ് ഹാസ് ബീൻ റൺ ആൻഡ് നോട്ട് ബീൻ റൺ. അപ്പോൾ ഈ നമ്മുടെ കോഡ് എത്രത്തോളം റണ്ണ് ചെയ്തു, എത്രത്തോളം റണ്ണ് ചെയ്തിട്ടില്ല, ഏതൊക്കെ ഭാഗം റണ്ണ് ചെയ്യാത്ത അതറിയുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു കവറേജ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് യൂസ് ടു സീ ഹൗ വെൽ യുവർ ടെസ്റ്റ് ഹാവ് ബീൻ എക്സൈസ്ഡ് യുവർ കോഡ്. ആൻഡ് പ്രൊഫൈലിംഗ് മീൻസ് ഡിഫറെൻറ്റ് തിങ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈമിങ്സ് യൂസ് ടു സീ ഹൗ വേരിയസ് പാർട്സ് ഓഫ് യുവർ കോഡ് പെർഫോംസ്. അപ്പോൾ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലും പലതും സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്തൊക്കെയാണ്, പല ഭാഗത്ത് എന്താ, ഇപ്പോൾ ഈഫ് എൽസ് എഴുതി, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, ട്രൂ ഓർ ഫോൾസ്, ഈഫ് കണ്ടീഷൻ എഴുതി, അപ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ പ്രൊഫൈൽ വെച്ചിട്ടുണ്ട് ഓരോ സെക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ വേറെ വല്ല സെക്ഷനിൽ ഇപ്പോൾ എന്തെങ്കിലും ട്രൂ ഓർ ഫോൾസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രൂ ആയി കഴിഞ്ഞാൽ വേറെ സെറ്റ് ഓഫ് ആക്ഷൻസ് ആവും ചെയ്യേണ്ടാവുക. അപ്പോൾ വേറെ സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ്. അപ്പോൾ അതിന് നമ്മളൊരു പ്രൊഫൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ ലോഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് ഈ പ്രൊഫൈലിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻലി. അതായത് വേരിയസ് പാർട്സ് ഓഫ് കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ നമ്മൾ പ്രൊഫൈലിംഗ് യൂസ് ചെയ്യണം. പിന്നെ കവറേജ് ടൂൾസ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു കുറേ കോഡുകൾ എഴുതി, അതിനകത്ത് ചില കോഡുകൾ റൺ ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് റൺ ചെയ്യാത്തത്, നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ടാണ്, എങ്കിൽ നമ്മുടെ പ്രോഗ്രാം ശരിയാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ വല്ല തെറ്റുകൊണ്ടാണ് അത് റൺ ചെയ്തത്. അപ്പോൾ ആ കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു കവറേജ് ടൂൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ.
അപ്പോൾ സംടൈംസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പെർഫോമൻസ്. അപ്പോൾ ചില സമയത്ത് നമുക്കതൊരു പെർഫോമൻസ് മെഷർമെൻറ്റ് പർപ്പസ് കൊണ്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡയഗ്നൈസിങ് മെമ്മറി ലീക്ക്, വേറെ വല്ല ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സംടൈംസ് ഇറ്റ് മീൻസ് ടു ഗെറ്റിംഗ് വിസിബിലിറ്റി ടു മൾട്ടി ത്രെഡിങ് ഓർ വെരി ലോ ലെവൽ ആക്ടിവിറ്റീസ്. അപ്പോൾ വേറെ വല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ വിസിബിലിറ്റി എങ്ങനെയുണ്ട്, പ്രോഗ്രാം നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കവറേജ് ടൂൾസ് ഉപയോഗിക്കുന്നത് മെയിൻലി. പിന്നെ ടെസ്റ്റ് കവറേജ് ടൂൾസ് പ്രൊവൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡീറ്റെയിൽ ഇൻഫർമേഷൻ അബൌട്ട് വിച്ച് പാർട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഹാസ് ബീൻ എക്സിക്യൂട്ടഡ്. ഏത് ഭാഗത്താണ് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്തത്, ഏത് ഭാഗത്താണ് റൺ ചെയ്യാത്തത്, അങ്ങനെ എല്ലാ വിവരങ്ങളും കറക്റ്റായിട്ട് ഈ ടെസ്റ്റ് കവറേജ് ടൂൾസ് നമുക്ക് തരുന്നതായിരിക്കും. ആൻഡ് ടെസ്റ്റ് കവറേജ് ടൂൾസ് മേ ഓൾസോ ബി യൂസ് ടു ലൊക്കേറ്റ് ആപ്ലിക്കേഷൻ ഫംഗ്ഷനാലിറ്റി. അപ്പോൾ ഫംഗ്ഷനാലിറ്റി ചേഞ്ച് നോക്കാനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. One simply exercise the functionality of the interest and test coverage tool indicate what part of the application code is executed. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏത് പാർട്ട് ഓഫ് ആപ്ലിക്കേഷൻ കോഡാണ് റൺ ചെയ്തേക്കണേന്ന് അറിയാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദിസ് ഈസ് വെരി എഫക്റ്റീവ് വേ ടു ലൊക്കേറ്റ് ഫംഗ്ഷനാലിറ്റി ഇൻ ലാസ്റ്റ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ആപ്പ് ഉണ്ടാക്കി ആപ്പിൽ ഏത് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഈ ടെസ്റ്റ് കവറേജ് ടൂൾസ് വന്നിട്ടുണ്ടെങ്കിൽ. Test coverage tool operate by inserting language specific probes on each basic block in a source file of interest before compilation or execution. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് സ്പെസിഫിക് പ്രോബുകൾ, ചെറിയ പോയിന്റുകൾ നമ്മൾ ഓരോ പ്രോബുകൾ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ കമ്പയറേഷൻ ചെയ്യുമ്പോൾ ഈ പ്രോബ്സ് ഒക്കെ ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ പ്രോബ് റെക്കോർഡ് ചെയ്യും ഇന്ന സ്ഥലം എക്സിക്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം എക്സിക്യൂഷൻ ചെയ്തു, ഈ ഭാഗം എക്സിക്യൂഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓൺ ദ കംപ്ലീറ്റ് എക്സിക്യൂഷൻ ദ കവറേജ് ഡാറ്റ ഈസ് ടിപ്പിക്കലി റിട്ടൺ ഓൺ ദ ടെസ്റ്റ് കവറേജ് വെക്ടർ ഫയൽ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രോബ്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടെസ്റ്റ് കവറേജ് ടൂൾസിൻ്റെ വെക്ടർ ഫയൽ അത് റിപ്പോർട്ട് വരും. അതിനകത്ത് ഇന്ന ലൈൻസ് 10, 15, 20 എക്സിക്യൂഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളൊക്കെ എക്സിക്യൂഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിവരങ്ങളൊക്കെ ടെസ്റ്റ് കവറേജ് വെക്ടർ ഫയൽ അത് സേവ് ചെയ്തിട്ടുണ്ടാവും. Finally, the test coverage data is used to generate a detailed test coverage report or it can be displayed. അപ്പോൾ ഏറ്റവും അവസാനം ഈ ടെസ്റ്റ് കവറേജ് ഡാറ്റ ഉപയോഗിച്ചിട്ട് ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഒരു 100 ലൈൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ചില ലൈൻസ് ഒക്കെ റെഡ് കളറിൽ കാണാം. റെഡ് കളർ മീൻസ് അതൊന്നും റണ്ണ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, ബാക്കി ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വിവരങ്ങൾ ടെസ്റ്റ് കവറേജ് ടൂൾസിൽ നിന്ന് കിട്ടും. അപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർസ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വന്നേക്കണം എങ്ങനെയാണ്, അതാണ് ഈ ഫിഗറിൽ കൊടുത്തേക്കണം. അപ്പോൾ എനേബിളിംഗ് എ ടെസ്റ്റ് എഞ്ചിനീയർ ടു സീ വാട്ട് കോഡ് ഹാസ് റൺ. അപ്പോൾ ഏതൊക്കെ കോഡാണ് റൺ ചെയ്തേക്കണേ അത് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹാസ് നോട്ട് ബീൻ എക്സിക്യൂട്ടഡ്, ഏതൊക്കെയാണ് എക്സിക്യൂഷൻ ചെയ്യാത്ത അതൊക്കെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളോട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇപ്പോൾ ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ അറിയാം കറക്റ്റായിട്ട്. അതായത് ഇപ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഈ കണ്ടീഷൻ ഇവിടെ റൺ ചെയ്തിട്ടില്ല, കാരണം ഈ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ എൽസ് ആണ് ഇവിടെ റൺ ചെയ്യുക. അപ്പോൾ എൽസ് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് മൊത്തം ഇവിടെ റൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈഫിൻ്റെ അടുത്ത കണ്ടീഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ എൽസ് ആണ് ഇവിടെ വീണ്ടും റൺ ചെയ്തേക്കണേ. സോറി, ഇവിടെ എൽസ് റണ്ണ് ചെയ്തിട്ടില്ല, എൽസിൻ്റെ ഈ ഭാഗത്ത് റെഡ് കളറിലാണ് കൊടുത്തേക്കണേ. അപ്പോൾ അങ്ങനെ ഏതൊക്കെ ഭാഗമാണ് റണ്ണ് ചെയ്യാത്തത്, ഏതൊക്കെ ഭാഗമാണ് റണ്ണ് ചെയ്തേക്കണേ, അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു വിവരം പല സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വിവരങ്ങളാണ് നമുക്ക് ടെസ്റ്റ് കവറേജ് ടൂൾസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്തിരിക്കുന്നത് ഫോർട്രാൻ്റെ എക്സാമ്പിളാണ് ഈ കൊടുത്തേക്കുന്നത് ഈ ഫിഗറിലുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ഐഡിയകളും പല ടൈപ്പ് മെത്തേഡ്സ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത് ടെസ്റ്റ് കവറേജ് ടൂൾസിന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സോഫ്റ്റ്വെയർ ടൂൾ ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റ് കവറേജ് ടൂൾസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് യൂസ് ചെയ്യുന്ന എഡിറ്റർ, കമ്പൈലർ, അസംബ്ലർ, ഡീബഗ്ഗർ, പ്രൊഫൈൽസ്, ടെസ്റ്റ് കവറേജ് ടൂൾസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടു ഗെറ്റ് മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. See you all in my next video with another topic.